സുഹൃത്തുക്കളെ, പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ എന്താ പറഞ്ഞത്? ഇവരുണ്ടൊരു കള്ളജാറത്തിന്റെ ഫോട്ടോ കൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിനെ സംബന്ധിച്ചാണോ? ഇവരുണ്ടാക്കിയ ഖബറുകളെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇവരുണ്ടാക്കിയ ഖബറുകളെ തന്നെ വ്യത്യസ്തങ്ങളായ നിലയ്ക്ക് ഇവർ ഖബറുകളെ ഇന്ന് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു. കാണാക്കാഴ്ചകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ അവരൊരു ഖബർ പരിചയപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും അവരിത് തൂക്കിയിടുന്നുമുണ്ട്. അതാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാക്കാഴ്ചകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇവരിറക്കിയിട്ടുണ്ട്. അതിൽ കാണുന്ന ജാറമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കണ്ടോ? ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളണം. ഇവർക്ക് എത്ര ജാറത്തിന്റെ ഫോട്ടോ ഇവരെ കയ്യിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഈ ജാറം വ്യാജമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റൂമിൽ കടന്നിട്ട് എടുത്ത ഫോട്ടോയല്ല ഇത്. ഇവർ വരച്ചുണ്ടാക്കി കമ്പ്യൂട്ടറിൽ ടിപ്പണി നടത്തിയതാണ്. കൈക്രിയ നടത്തിക്കൊണ്ട് ഇവരുണ്ടാക്കിയ ഒരു ജാറമാണിത്. നോക്കണം, ഇങ്ങനൊരു ജാറല്ല, ഇതാണ് അവരുണ്ടാക്കിയത്. ഇനിയോ വേറൊരു ജാറം ഇവർ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതേ ജാറം തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ കുറെ തട്ടിപ്പുകൾ അതിൽ നിങ്ങൾക്ക് കാണാൻ. നോക്കൂ, ശ്രദ്ധിച്ചു നോക്കണം നിങ്ങൾ. ആദ്യം കാണിച്ചതുപോലെയാണോ ഇപ്പൊ കാണിച്ചത്? ആദ്യം കാണിച്ചതിന്മേൽ ആ പലകയിന്മേൽ ഒരു ചതുരത്തിലുള്ള ഒരു ബോർഡിന്മേൽ പേരുണ്ടായിരുന്നു. കണ്ടോ? പേരില്ലപ്പോ. ഇപ്പൊ പേരില്ല. നേരത്തെ നിങ്ങൾ നോക്കൂ, അതാ അതിൽ പേരുണ്ട്. ഇതെങ്ങനെ വന്നു? ഒരിടത്ത് പേരുണ്ട്, ഒരിടത്ത് പേരില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ ജാറത്തിന്റെ ഒരു വശത്തുള്ള ചുമരിൽ തൂക്കിയിട്ടിട്ടുള്ള ആ കർട്ടൻ നിങ്ങൾ കണ്ടില്ലേ? കാർപ്പറ്റ് കണ്ടില്ലേ? അതിന്റെ ഡിസൈൻ നോക്കി വെച്ചോളൂ. ഈ ഡിസൈനാണോ മറ്റേ ജാറത്തിനുള്ളത്? മറ്റേ ജാറത്തിന്റെ അപ്പുറത്ത് കാണുന്ന ഡിസൈൻ അതാണോ? ഇക്കാണുന്ന ഡിസൈനാണോ ഇവർ കാണാക്കാഴ്ചകളിൽ കൊടുത്ത ഖബറിനുള്ളത്? അപ്പൊ ഇത് ഇവർ ഉണ്ടാക്കി തീർത്തതാണ്. ഇവരുണ്ടാക്കിയ ഒരു ഖബറാണിത്. ഇത് ജൂതന്മാര് സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു ഖബറിന്റെ ചിത്രമാണ്, ജാറത്തിന്റെ ചിത്രമാണ്. ഇത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഞങ്ങളുടെ മുത്ത് നേതാവിന്റെ ഖബറല്ല കേട്ടോ. അതിനെ സംബന്ധിച്ചാ നമ്മൾ പറഞ്ഞത്. നിങ്ങൾ കള്ളജാറത്തിന്റെ ഫോട്ടോ കൊണ്ട് നടക്കുന്നുണ്ടെന്ന്. ഇനിയും തീർന്നോ? ഇവരെത്രയാണ് കള്ളത്തരങ്ങൾ കാണിക്കാറുള്ളത്? ഇനി അതാ ഇവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വേറൊരു ജാറം കാണാൻ സാധിക്കും. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിക്കോളൂ. അതാ വെബ്സൈറ്റിൽ ഒരു ഖുറാഫികളുടെ കുബൂരികളുടെ, കേരളത്തിലെ കുബൂരികൾ നടത്തുന്ന വെബ്സൈറ്റിൽ അതാ ഇന്റർനെറ്റിൽ നിന്നെടുത്ത ഫോട്ടോയാണ്. ആ ഫോട്ടോയിൽ കാണുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ എന്ന പേരിൽ ഒരു ഖബർ. ശ്രദ്ധിച്ചു കണ്ടോളൂ നിങ്ങൾ. ഇതേതാ? ഇതാദ്യം കാണിച്ചതാണോ? ഇത് വേറെയാ. നോക്കൂ വ്യത്യാസം. ഒരു കുന്തം നാട്ടി വെച്ച് അതിന്മേൽ ഇങ്ങനെ തലപ്പാവൊക്കെ ചുറ്റി വേറൊരു കോലത്തിൽ. ഇത് തന്നെ കമ്പ്യൂട്ടറിൽ കൈക്രിയ നടത്തിയിട്ട് പെയിന്റ് ഒന്ന് മാറ്റിയതാണ്. ഇതാരുടെ ഖബറാൻ നിങ്ങൾക്കറിയാമോ? സൈറ്റിൽ പോയി പരിശോധിച്ചാൽ കാണാം. ജമാലുദ്ദീൻ റൂമി എന്ന സൂഫിയുടെ ഖബറാണ്. ജമാലുദ്ദീൻ റൂമി എന്ന് പറയുന്ന സൂഫി, ആ സൂഫിയുടെ ഖബറാണ്. കണ്ടില്ലേ അതിന്റെ ഒറിജിനൽ രൂപം? ഇതിൽ കമ്പ്യൂട്ടറിൽ ഒന്ന് കളർ ചേഞ്ച് കൊടുത്ത് കൈക്രിയ നടത്തിയിട്ട് വേറൊരു മോഡലിലാക്കിയിട്ട് അതാ അവർ വെബ്സൈറ്റിൽ പ്രചരിപ്പിക്കുന്നു. ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ ഇതാണെന്ന്. നിങ്ങൾക്ക് എത്ര നാവാണ് കൂട്ടരേ? ആദ്യം കാണിച്ചതാണോ ജാറം? ഇപ്പൊ കാണിച്ചതാണോ ജാറം? മുമ്പ് കാണിച്ചതാണോ ജാറം? ഏതാ നിങ്ങളുടെ ജാറം? നിങ്ങൾക്ക് തന്നെ ഒരു യോജിപ്പില്ലല്ലോ. നിങ്ങളുടെ കാണാ കാഴ്ചകളിലല്ലേ ആദ്യം കൊടുത്തത്? നിങ്ങളുടെ വെബ്സൈറ്റിലല്ലേ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? നിങ്ങളുടെ വെബ്സൈറ്റിലല്ലേ നെറ്റിൽ നിന്നെടുത്ത ഫോട്ടോയാണ്. അതിലല്ലേ നിങ്ങൾ കമ്പ്യൂട്ടറിൽ കൈക്രിയ നടത്തിക്കൊണ്ട് നിങ്ങൾ ആ ഫോട്ടോയിലതാ പ്രത്യേകമായ രൂപത്തിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് കണ്ടില്ലേ? ഇതാ കാണാ കാഴ്ചകൾ എന്ന് പറയുന്ന പുസ്തകമാണ് നിങ്ങൾ ഈ കാണുന്നത്. സുഹൃത്തുക്കളെ, അതിൽ വേറെ എന്തൊക്കെ തട്ടിപ്പുകൾ ഉണ്ട് എന്നറിയാമോ? ഈ കാണാ കാഴ്ചയെ പറ്റി അപ്പോ ഞാൻ ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ സുഹൃത്തുക്കളെ. ഈ നിലക്കുള്ള കള്ളജാറങ്ങളെയാണ് ഇവരെ മുത്ത് മുസ്തഫയുടെ ഖബറാണെന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിനെയല്ലേ നമ്മൾ എതിർത്തിട്ടുള്ളത്? അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലല്ലേ കളവ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബ കിറാമൊന്നും ഈ നിലക്കിൽ ചെയ്തിട്ടില്ല എന്ന് തെളിവുകളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയതല്ലേ? അതൊക്കെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു.
എന്നാണ് അവിടെ, എപ്പോഴാണത് പള്ളിയിലേക്ക് നീക്കിയത്, എന്നാണ് അതിന്റെ മുകളിൽ കുബ്ബ വന്നത്. ആ കുബ്ബയെ സംബന്ധിച്ച് അത് കള്ളചാരമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇയാളുടെ സിഡിയിൽ കുബ്ബ ചൂണ്ടിയിട്ട് പറയുന്നു, ഇതാ ഇതിനെപ്പറ്റിയാണ് കള്ളചാരം എന്ന് പറഞ്ഞത്. പറഞ്ഞോളൂ. ആ കുബ്ബ അത് യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ നിലക്ക് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണോ അല്ലേ എന്നതൊക്കെ ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞതാണ്. ഞാനത് ആവർത്തിക്കുന്നില്ല. പക്ഷേ പറയാത്തത് എൻ്റെ പേരിൽ നിങ്ങൾ എന്തിനാ പറയുന്നത്? നിങ്ങൾ എന്തിനാ എൻ്റെ നാട്ടുകാരെ അടക്കമുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന റൂമിനെ പറ്റിയോ അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഖബറിനെ സംബന്ധിച്ചോ കള്ളജാറം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പാറക്കടവുകാർക്കറിയില്ലേ? ആ സീഡി കേട്ടവർക്കൊക്കെ അറിയില്ലേ? അതിനെപ്പറ്റിയാ ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾ നോക്കൂ, ഇനി സുഹൃത്തുക്കളെ, ഈ കാണാ കാഴ്ചകളിൽ തന്നെ നമുക്കിതാ ഇവർ ഒരുപാട് തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഞാൻ നേരത്തെ ഒരു കാണാ കാഴ്ച പറഞ്ഞിരുന്നില്ലേ? ഈ കാണാ കാഴ്ചകളിൽ എഡിറ്റ് ചെയ്തിട്ടുള്ളത് ആരാണെന്നറിയാമോ? നേരത്തെ അവിടെ എൻ്റെ നാട്ടിലെ സ്റ്റേജിൽ അഭിനയ നാട്യം നടത്തിയ ആളില്ലേ, അലവി സഖാഫിയ, മൂപ്പരൊക്കെ പരിശോധിച്ചതാ. ഈ കാണാ കാഴ്ചകളിൽ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. കാണാ കാഴ്ചകളുടെ 2 പതിപ്പുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. 1-ാം പതിപ്പാണ് കാണുന്നത്, 2-ാം പതിപ്പ് വേറെയുമുണ്ട്. 1-ാമത്തെ പതിപ്പിലതാ 15-ാമത്തെ പേജിൽ ഒരു ജാറം കാണുന്നു. അമത്തുള്ള ഐസാഹിബ ഷെയ്ഖിന്റെ മക്ബറ, ലണ്ടൻ, ബ്രിട്ടൻ. ഒരു ജാറം കണ്ടില്ലേ? ആ ജാറ എവിടെ പോയി? നിങ്ങളെ പുതിയ പതിപ്പിൽ മറുപടി പറയണം. നിങ്ങൾ കൊഴിഞ്ഞു മാറാൻ പറ്റുമോ? 15-ാമത്തെ പേജിൽ കാണുന്ന ഈ ജാറം ഇപ്പോൾ പുതിയ പതിപ്പിൽ എന്തേ മാറ്റിയത്? കാരണം ഞങ്ങൾക്കറിയാം നിങ്ങൾ അടുത്ത വരവിന് പറയുമോ എന്ന് നോക്കട്ടെ, പറയുമോ എന്നൊന്ന് അറിയട്ടെ, ശേഷം പറയാം എന്തേ ആ ജാറം നീക്കിയതെന്ന്. ഈ ജാറം ഉള്ള കാണാ കാഴ്ചയും ആ ജാറം നീക്കിയ കാണാ കാഴ്ചയും ഒരു വ്യത്യാസവുമില്ലാതെ ഞങ്ങളുടെ കൈകളിലുണ്ട്. എവിടെ പോയി ആ ജാറം എന്ന് നിങ്ങൾ പറയണം. അതിന്റെ ഗുട്ടൻസ് എന്താ എന്നൊന്ന് വിശദീകരിക്കണം. ഇനി സുഹൃത്തുക്കളെ, എത്രയോ കള്ളജാറത്തിന്റെ മോഡലുകൾ, കള്ളജാറങ്ങൾ ഇവർ പലതും ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഇസ്ലാഹ് മാസികയിൽ നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്, അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഇവർ അൽ-ഇർഫാദ് മാസികയിൽ കൊടുത്ത ഖബറല്ല പിന്നെ ഈ കാണാ കാഴ്ചയിൽ കാണുന്നത്. കാണാ കാഴ്ചകൾ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ, ഈ പ്രസിദ്ധീകരണത്തിൽ കൊടുത്ത ജാറമല്ല നൂഹ് നബിയുടേതായി എവിടെ കാണുന്നത്? മറ്റൊരു സുന്നി പ്രസിദ്ധീകരണത്തിൽ കാണുന്നത്. അതേപോലെ ഹാറൂൻ നബിയുടെ മക്ബറ എന്ന് പറഞ്ഞിട്ട് ഇതിൽ കാണിക്കുന്ന ഖബറല്ല 997 ഇർഫാദിൽ കാണുന്നത്. അതേപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഇറാഖിലെ ജാറം എന്ന് പറഞ്ഞ് കാണാ കാഴ്ചയിൽ കൊടുത്ത ഖബറല്ല അൽ-ഇർഫാദിൽ കാണുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഖബറല്ല ഇതിൽ കൊടുത്ത ഖബറല്ല അൽ-ഇർഫാദിൽ നമുക്ക് കാണുന്നത്. ഇവർക്ക് എത്ര നാവാ, എത്ര കോലത്തിലാ ഖബർ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഇവർ ഖബറുകൾ ഇങ്ങനെ പലതും ഉണ്ടാക്കുമ്പോ ഇതിനെ സംബന്ധിച്ചാണ് ഈ നിലക്ക് നമ്മൾ വിശദീകരിച്ചു കൊടുക്കാറുള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ, അത് മനസ്സിലാകാഞ്ഞിട്ടല്ലോ ഈ മുസ്ലിയാർക്ക്. പക്ഷേ എൻ്റെ നാട്ടുകാരെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കണമെങ്കിൽ പൊട്ടിക്കരയണ്ടേ. ഇവിടെ വെച്ചാണെങ്കിൽ ഇയാൾ കരയൊന്നുമില്ല. മൂപ്പര് ഇവിടുന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒരു ഏഴിസ്ത പരിപാടി ഉണ്ടായിരുന്നു പടുത്തേ. അപ്പൊ മൂപ്പര് പറയണ്, കള്ളജാറം എന്നല്ലേ മൗലവി പറഞ്ഞത്? ഞാനത് കട്ടുപ്പാറയിൽ വെച്ചപ്പോ പൊട്ടിക്കരഞ്ഞു പോയി ജനങ്ങളെ. അത് അവിടുത്തേരോട് പറയാ, എന്തേ ഇവിടുന്ന് നിങ്ങൾക്ക് റസൂലുള്ളാഹിനോട് സ്നേഹല്ലേ? ഇവിടുന്ന് പൊട്ടിക്കരയണില്ല, അവിടുന്ന് ഞാൻ കരഞ്ഞുപോയി. അപ്പൊ മൂപ്പർക്കറിയാം നമ്മളിത് രണ്ടും പറയും. അപ്പൊ മുൻകൂർ ജാമ്യം എടുക്കുക. അവിടുന്ന് ഞാൻ കരഞ്ഞു, ഇവിടുന്ന് കരയണില്ല. എന്തേ? കരയാത്രി നാട്ടുകാർക്ക് അറിയാം, കരഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വായിച്ചില്ലേ നേരത്തെ?